എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് നമുക്ക് ഈയിടയ്ക്ക് അറിയാൻ പറ്റിയത്. കഴക്കൂട്ടിൽ നിന്നും കാണാതായ ആസാമിലുള്ളൊരു കുഞ്ഞ് വീട്ടിൽ അമ്മയുമായി വഴക്കൂടി വീട് വിട്ടിറങ്ങി. ആ കുഞ്ഞിനെ തിരക്കാൻ വേണ്ടി പല ദിവസങ്ങളായി 2-3 ദിവസങ്ങളായി പോലീസ് അത്യാന്തരം പരിശ്രമിക്കുകയായിരുന്നു. ആ സമയം വിശാഖപട്ടണം മലയാളി അസോസിയേഷൻ അവരിൽ ആരൊക്കെയോ ഈ കുഞ്ഞിനെ വിശാഖപട്ടണത്ത് വെച്ച് കാണാനിടയായി. വലിയ സന്തോഷകരമായ വാർത്തയാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു. ഇവിടെ നിന്ന് പോലീസുകാർ അവിടേക്ക് എത്തി കുഞ്ഞിനെ സ്വീകരിച്ച് മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ട ഒരു സിസ്റ്റത്തിലാണിപ്പോൾ. എനിവേ, ഇത് എല്ലാ മലയാളികൾക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഒന്ന് മനസ്സിലാക്കുക, കേരളത്തിന് പുറത്തുള്ള പല മലയാളി അസോസിയേഷനും ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അതാരും അത്ര ശ്രദ്ധിക്കാറില്ല. ഒന്ന് മനസ്സിലാക്കുക, നാം ഈ പുറത്തുള്ള മലയാളി അസോസിയേഷനുമായുള്ള ബന്ധങ്ങൾ വളരെ പരിമിതമാണ്. ആരും അതിനെക്കുറിച്ച് അത്ര ചിന്തിക്കാറില്ല. അവരും നമ്മുടെ ഈ നാട്ടിൽ നിന്നും പോയവരാണ്. ജോലിയോ ബിസിനസ്സോ ഒക്കെയായി അവരവിടെ സെറ്റിലായിരിക്കുന്നു. ഇതിലേറ്റവും ദുഃഖകരമായൊരു വാർത്ത എനിക്ക് പറയാനുള്ളത്, ഇവരിൽ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് നാട്ടിൽ എത്തിയാൽ, ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ആരെങ്കിലുമൊക്കെ കാണാനെത്തിയാൽ, ബന്ധുജനങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും ആദ്യം ചോദിക്കുന്ന ഒരു ഭാഷയാണ്, എപ്പോൾ വന്നു, സുഖമാണോ, ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോൾ തിരിച്ചു പോകും. എന്തൊരു ഒരു വിചിത്രമായ ഒരു ഇതാണെന്ന് അവർക്കത് അറിയില്ല. എപ്പോൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ദേർനാട്ട് വടിക്കുള്ള അവർ നമ്മുടെ നാട്ടുകാരാണ്, അവരുടെ സ്വന്തം നാട്ടിലാണ് അവർ വന്നത്. എപ്പോൾ തിരിച്ചു പോകുന്നു എന്ന് അവരോട് കേൾക്കുന്നത് അത്ര അഭികാമ്യമല്ല. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ആരെങ്കിലും സ്വന്തം നാട്ടിലെത്തിയാൽ, അവർ മലയാളി അസോസിയേഷൻ നിന്നായിക്കോട്ടെ, രാജ്യങ്ങളിൽ നിന്നായിക്കോട്ടെ, അവർ നമ്മുടെ ആൾക്കാരാണ്. അവരെ ഇവിടെ സ്വീകരിക്കേണ്ടത്, ആദരിക്കേണ്ടതും നമ്മുടെ ജോലിയാണ്. സോ ഇനി കഴിയുന്നതും ഈ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷമുള്ള സുഹൃത്തുക്കളോടും ഒരു സന്ദേശം കൊടുക്കണം. നാട്ടിലേക്ക് വരുന്ന ആരെയും നിങ്ങൾ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കരുത്. അത് അവരിച്ചിരിച്ചാൽ ഉടൻ തന്നെ പോകും. അതേസമയത്ത് ചോദിക്കാം, ഈ നാട്ടിലൊക്കെ കൂടിക്കൂടെ, നേരമായില്ലേ, ഇത്രയും നാളായി അവിടെ കഴിയല്ലേ, നാട്ടും ഒക്കെ നമ്മൾ പരിചയപ്പെടണ്ടേ. അങ്ങനെ പോകുമ്പോൾ അവർക്കൊരു പ്രത്യാശ ഉണ്ടാകുമ്പോൾ നമ്മൾ വന്നാലും നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ നാട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഒരു സന്തോഷം അവർക്കുണ്ടാകും. നമുക്ക് ഉച്ചരിക്കുന്ന ഒരേ ഒരു വാക്കാണ്, ആ വാക്കിൽ കൂടി പലരും സന്തോഷിക്കും. സോ കഴിയുന്നതും ഇനി വരുന്ന സുഹൃത്തുക്കളോടും സുഹൃത്തുക്കളോടും എപ്പോൾ മടങ്ങി പോകുമെന്ന് കേൾക്കാതിരിക്കുക. മറിച്ച് എപ്പോഴാണ് ഇവിടെ ഇനി സെറ്റിലാകുന്നതെന്ന് ചോദിക്കുക. ആ റിട്ടയർമെൻറ്റ് വാട്ട് എവർ ഇറ്റ് മേ ബി, അതിനുള്ള ഒരു സാഹചര്യം നമ്മിൽ നിന്നുണ്ടാകണം. ഇനി അടുത്തൊന്ന് പറയാനുള്ളത്, മാതാപിതാക്കൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതെന്ന്, കുഞ്ഞുങ്ങളുമായി വഴക്ക് കൂടുമ്പോൾ അവരെ എന്താ പറയുക, ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്കൊന്നും അറിയില്ല. അവർ പലപ്പോഴും പല കുരുത്തക്കേടും കാണിക്കും. അത് നമ്മൾ സഹിച്ചേ പറ്റൂ. കാര്യം ചെറുപ്പത്തിൽ നമ്മളും അതൊക്കെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കണം, അമേരിക്കയിൽ സ്കൂളിൽ പോയാൽ ആ കുട്ടികളോട് ടീച്ചേഴ്സ് ചോദിക്കും, നിങ്ങളെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്തോ, പേരൻറ്റ്സ് ടോർച്ചർ യു എന്നൊക്കെ അവർ ചോദിക്കും. അത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പോലീസ് വീട്ടിൽ വരും, പേരൻസിനെ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അത് ഭയങ്കര ക്രൈമാണ്. സോ കുട്ടികളുമായിട്ട് വളരെ സോഫ്റ്റ് കോർണറായിട്ട് പെരുമാറുക. അവരെ വീട്ടിൽ നിന്നും തനിച്ചവർക്ക് പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. എനിവേ, ലക്കിലി ദേ ഗോട്ട് ദിസ് ഈ ഒരു ആൾക്കാരിൽ കൂടി ആ കൊച്ചിനെ കണ്ടെത്താൻ സാധിച്ചു. ഐ ആം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ് പോലീസ് ഓഫ് കേരള. പ്രത്യേകിച്ച് ഇതെൻ്റെ നാട്ടിലെ എൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ള സ്റ്റേഷനാണ് കഴക്കൂട്ടം. ഐ ആം പ്രൗഡ് ഓഫ് ദം. ആൻഡ് ആൾസോ എസ് ഐയും അതിൽ
ഭാഗവത്തായ മറ്റ് ഓഫീസേഴ്സിനെയും ഐ അപ്രീഷിയേറ്റ്. ആൻഡ് ആൾസോ വോട്ട് യു കോൾ ദിസ്, നമ്മുടെ ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മലയാളി അസോസിയേഷനും ഞങ്ങൾ വളരെ വളരെ കടമപ്പെട്ടിരിക്കുകയാണ്. ഇനി പോലീസിനെ കുറിച്ചൊന്ന് പറയാനുണ്ട്. ഇത്രയും ദൂരം അവരെ ട്രാവൽ ചെയ്ത് അവിടെ പോയി കുഞ്ഞിനെ കണ്ടെത്തി തിരിച്ച് ആ കുട്ടിയുമായിട്ട് നാട്ടിലെത്താൻ ഏതാണ്ട് അവർക്ക് 3.5 മണിക്കൂർ, വിശാഖപട്ടണം നിന്നും ബറോഡ, സോറി ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അത്ര ദൂരം അവർ ട്രാവൽ ചെയ്താണ് അവർ ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി ട്രെയിൻ ക്യാച്ച് ചെയ്തത്. റിസർവേഷൻ അതിലേ കിട്ടിയിട്ടുള്ളത് വളരെ ഷെയിംഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ജോലിയുടെ ഭാഗമായി അവർ പോയപ്പോൾ അവരെ തിരിച്ച് സുരക്ഷിതമായി അവർ ഇവിടെ എത്തിക്കേണ്ടത് ഗവൺമെൻറ് തലത്തിലുള്ള ഒരു അവരുടെ കടമയാണ്. ആഭ്യന്തര വകുപ്പ് അതിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവർ പോയത് അവരുടെ സ്വന്തം കാര്യത്തിനല്ല, ഡ്യൂട്ടിയിൽ പോയവരാണ്. പോകുമ്പോൾ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് അവിടെ ഒത്തിരി ഈ ടിക്കറ്റ് കിട്ടാത്ത കാരണം കൊണ്ട് അവർ വൈകിപ്പിക്കേണ്ടിയില്ലായിരുന്നു. സോ ദൈവം എത്രയോ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അവർക്കൊരു 6 ടിക്കറ്റ് 7 ടിക്കറ്റ് റിസർവേഷൻ മാറ്റർ ഓഫ് എ ഫോൺ കാൾ. ഒരു ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അവിടെ ഏതെങ്കിലും നിങ്ങളുടെ ഡിവിഷണൽ ഓഫീസിൽ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടായി. ട്രിവാൻഡ്രത്തെ ഡിവിഷണൽ ഓഫീസിലുള്ളപ്പോൾ അതിൽ അവിടെ ഒന്ന് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനൊരു ആക്ഷൻ ഉണ്ടാകുമായിരുന്നു. ആരും നോക്കാൻ. അത് ആമയിലഞ്ചൻ തോടുമായിട്ടുള്ള ബഹളത്തിലല്ലേ ഇവർ ചവറ്, ആ തോട്ടിലെ ചവറ് കോർപ്പറേഷൻ എടുക്കുന്നു, റെയിൽവേ എടുക്കണമെന്ന് കോർപ്പറേഷൻ തമ്മിത്തല്ല് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്കൊന്നും പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ലെറ്റ് ദം, ഈ കോർപ്പറേഷൻ നല്ലൊരു ടൈപ്പ് ചെയ്ത് വയ്ക്കുക. അതിന് ബഹുമാനപ്പെട്ട ഈ എന്താ പറയുക, ഈ നമ്മുടെ ഈ റെയിൽവേയും അവരും ഇതിനൊക്കെ കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ വി ആർ ആൾ ഹ്യൂമൻ ബീയിങ്സ്, എല്ലാവരും മനുഷ്യരായി കാണുക. നിങ്ങളുടെ ഈ തമ്മിത്തല്ലും നിങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ ഇറ്റ് ഈസ് വെരി ഷെയിംഫുൾ ടു ടോക്ക് വിത്ത് യു. സോ പ്ലീസ് റെയിൽവേ, പ്ലീസ് കോർപ്പറേഷൻ, കോപ്പറേറ്റ് വിത്ത് ദം. ഇങ്ങനെയുള്ള പോലീസുകാർ അവരൊക്കെ പുറത്ത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് സമയാനുയോജ്യമായും അവരെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ആഭ്യന്തര വകുപ്പോടെ നോക്കുന്നവർ ചെയ്യേണ്ടതാണ്. ഇനിയെങ്കിലും അവരെ കേട്ട് വിഷമിപ്പിക്കരുത്. ഇല്ല, ഡീമോറലൈസ് ചെയ്യുകയാണ്. ഒരു ഡ്യൂട്ടിക്ക് പോണവരെ അവരെ ഡീമോറലൈസ് ചെയ്യുന്ന സംവിധാനം ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടാകരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. So please, a big salute to the State Police of Kerala, the operation undertaken to this missing girl. We are thanks a lot. Once more again, കാണാം വീണ്ടും അടുത്തൊരു വാർത്തയിൽ. Thank you.